ഒരു 10ഓളം ആളുകൾ മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നിട്ട് 9 ആളുകളുമായി നബി ബൈഅത്ത് ചെയ്തു. ഒരാളെ പ്രവാചകൻ ബൈഅത്ത് ചെയ്യാതെ മാറ്റി നിർത്തി. അപ്പോ വന്നവർ ചോദിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ 9 ആളുമായി ബൈഅത്ത് ചെയ്തു, ഈ കാണുന്ന മനുഷ്യനെ നിങ്ങൾ മാറ്റി നിർത്തിയല്ലോ നബിയെ. പ്രവാചകന്റെ മറുപടി വന്നു, ശരിയാണ്, ഞാൻ 9 ആളുമായി ബൈഅത്ത് ചെയ്തു. നിങ്ങൾ പറഞ്ഞ പോലെ ഈ കാണുന്ന മനുഷ്യനെ ഞാൻ ബൈഅത്ത് ചെയ്യാതെ മാറ്റി നിർത്തിയിട്ടുണ്ട്. കാരണം അവന്റെ ശരീരത്തിൽ ഏലസുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ വന്നാളുകളോട് പറയുന്നു. പ്രവാചകൻ അധികാരമുണ്ടവിടെ. അതുകൊണ്ട് പ്രവാചകൻ തന്റെ കൈ ഏലസിന്റെ ഉള്ളിലേക്ക് അങ്ങ് പ്രവേശിപ്പിച്ചു, അതങ്ങ് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് പറഞ്ഞു, മൻ അല്ലക തമീമ ഫഖദ് അശ്റക, ആരെങ്കിലും ഏലസ് കെട്ടിയോ അവൻ ശിർക്ക് ചെയ്തവനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിലേക്ക് 10 ആള് വന്നു, 9 ആളുമായി ഇങ്ങനെ സംഭവം ഉണ്ടായി. ഒരാളുടെ കയ്യിൽ ഏലസ് കണ്ടു, അത് പ്രവാചകൻ വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സംസാരത്തിൽ കേട്ടതൊന്ന് അന്വേഷിച്ചു നോക്കൂ, ഇങ്ങനെ സംഭവം ഉണ്ടോന്ന്. എന്താ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പ്രവാചകൻ അത് വലിച്ചു മാറ്റിക്കളയുന്നത്? ഇവിടെ വൈരക്കോടിലെ ഒരാളുടെ കയ്യിൽ ഏലസോ അല്ലെങ്കിൽ തകിടോ കണ്ടാൽ നമുക്ക് വലിച്ചു പൊട്ടിക്കാൻ അവകാശമില്ല. ഇവിടെ രാജ്യം അനുവദിക്കുന്ന ജനാധിപത്യ മതേതരത്വ നാനാത്വത്തിൽ ഏകത്വം ഉദ്ഘോഷിക്കുന്ന അവകാശങ്ങൾ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ മനുഷ്യരോട് നമുക്ക് പറയാം, നിങ്ങളിത് ചെയ്യാൻ പാടില്ലാത്തതാണ്. അവർക്കിഷ്ടമുണ്ടെങ്കിൽ മാറ്റാം, അല്ല അതിൽ തുടരണമെങ്കിൽ തുടരാം. പക്ഷെ പറയുക എന്നത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഇല്ല എന്നതാണ് നമുക്ക് അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന്, ഇസ്ലാമിക അധ്യാപനത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്.